അപ്പോൾ ഇതാണ് വാട്ടർ റെസിസ്റ്റന്റ് സിലിക്കോൺ സീലന്റ്. നമ്മുടെ ബാത്റൂമിലൊക്കെ ഉണ്ടാകുന്ന ടൈലിന്റെ ജോയിന്റിന്റെ ഇടയിലൂടെ ഉണ്ടാകുന്ന വാട്ടർ ലീക്ക് പ്രശ്നം നമുക്ക് ഈ ഒരു സീലന്റ് ഉപയോഗിച്ച് റെഡിയാക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് മീഷോ എന്നാണ് മേടിച്ചത്. ഞാനിത് വാങ്ങിച്ചപ്പോൾ എനിക്ക് 160 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നത്. ഇത് 150 ml പാക്കാണിത്. ഞാൻ ഈ കാണുന്ന ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കെല്ലാം ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്ത് കാണിക്കാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് അല്പം പോലും ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ദിവസമെങ്കിലും ബാത്റൂം ഉപയോഗിക്കാതെ ഇടേണ്ടി വരും. ആദ്യം ഇത് അപ്ലൈ ചെയ്യണതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിലെ അഴുക്കും അങ്ങനെ പൊടിയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഈ കോർണറിൽ നിന്ന് തുടങ്ങാം. പതിയെ പ്രസ് ചെയ്തിട്ട് അത് വന്ന ലെവൽ അനുസരിച്ച് പയ്യെ ആയിട്ട് പുറകിലോട്ട് വലിച്ചു കൊടുത്താൽ മതി. ഇനി പുറകിലോട്ട് വലിക്കുമ്പോൾ അതെങ്ങാനും ഫില്ലായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ലായി കിട്ടും. എന്നിട്ട് പതിയെ പുറകിലോട്ട് വലിച്ചെടുത്താൽ മതി. നല്ല വീതിയിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലൈൻ പോലെ മതിയെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പ്രസ് ചെയ്തിട്ട് പയ്യെ പുറകിലോട്ട് വലിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. ഇതിനെ കറക്റ്റായിട്ട് ലൈനായിട്ട് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളവർക്കായിട്ട് മാസ്കിൻ ടേപ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഉപയോഗിച്ചിട്ട് നമ്മുടെ എല്ലാ ഏരിയകളും നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ സീലന്റ് സെറ്റ് ആവാനായിട്ട് 48 മണിക്കൂറാണ് ടൈം പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞപ്പോഴത്തേനും ഈ സീലന്റിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ബാത്റൂമുകൾക്കെല്ലാം ഒരു 180 ml മതിയായിരിക്കും. വലിയ ബാത്റൂം ആണെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കേണ്ടി വരും.